ശരിയല്ല കേട്ടോ, ഈ കണക്ക് ശരിയല്ല. നിങ്ങൾ ഈ തട്ടിക്കൂട്ട് കണക്കൊന്നും ഇവിടെ നടക്കൂല. ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് ഇവിടെ വെക്കണം. എല്ലാ കണക്കുകളും ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിക്കാൻ പോവാണ്. ഉണ്ടായിരിക്കും. ആനക്ക് ഫോൺ ചെയ്ത വകയിൽ 3500. 3500? ഞാനൊരു കൊല്ലത്തിനാ റീചാർജ് ചെയ്തു. ആനക്ക് പോണ്ടോ? ആനക്കല്ല, ആന മുതലാളിക്കൊന്നും മുണ്ടാതിരിക്ക അവിടെ. അല്ലെങ്കിൽ ആനനെ കണ്ടപ്പോ ഒരു പശുപശക്ക് തോന്നി. തലയെടുപ്പില്ല, എപ്പൊ നോക്കിയാലും കരഞ്ഞും കൊണ്ട് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്നി. ആന എങ്ങനെ കരായിരിക്ക? നമ്മളെ ഉത്സവത്തിന് ആരൊക്കെ ഉണ്ടായിരുന്നത്? നല്ല ഗ്ലാമറുള്ള പെൺകുട്ടികളുണ്ടായിരുന്നു. ആന നോക്കുമ്പോ എല്ലാരും നല്ല ഗ്ലാമർ, ആന മാത്രമേ കറുത്തിട്ട്. പിന്നെ എങ്ങനെ കരായിരിക്കണു? ഇജ്ജാണിച്ച് അറിയില്ലേ? ആന ഒരു മനുഷ്യജീവിയല്ലേ? അത് മാത്രമൊന്നുമല്ല, നിങ്ങൾ എന്ത് വെടിക്കെട്ടിനെ കൊടുത്തിന്ന് വെടിക്കെട്ടിന് തീരെ സൗണ്ട് ഉണ്ടാവില്ല. എങ്ങനെ വെടിക്കെട്ടിന് സൗണ്ട് ഉണ്ടാവുക? നിങ്ങളെയൊക്കെ ഭാര്യമാരോട് എത്ര പ്രാവശ്യം ഞാൻ അവിടെ അനൗൺസ് ചെയ്തു, ഒന്ന് മെല്ലെ വർത്താനം പറയാം, ഒന്ന് മെല്ലെ വർത്താനം പറയാം, ആരെങ്കിലും അനുസരിച്ചു. അത് ശരിയാ, ഇവന്റെ പെണ്ണുങ്ങളൊക്കെ നല്ല വർത്താനായിരുന്നു. നിങ്ങൾ കൊടുക്കുന്ന എല്ലാത്തിനും ഞങ്ങൾ എതിർക്കണില്ല. അവിടെ കൊണ്ടുവന്ന നാടകം എന്താ അടിപൊളിയായിരുന്നു. അതിൽ ആ രാജകൊട്ടാരം കത്തിന്റെ സീനൊക്കെ ഉണ്ട്. എന്താ അതിന്റെ ഒറിജിനാലിറ്റി? എന്ത് ഒറിജിനാലിറ്റി? നാടകം പോലിട്ടേ നാട്ടുകാർ സ്റ്റേജ് കത്തിച്ചാണത്. വരവ് കുറഞ്ഞു, ചെലവ് കൂടി. എന്നാലും ഇതെല്ലാം എന്റെ സ്വന്തം റിസ്കില് സ്വർണം വിറ്റിട്ടാണ് ഞാൻ ഇതൊക്കെ തീർത്തത്. ഈ ഉത്സവത്തിന് ഇത്രയേറെ കടങ്ങൾ ഉണ്ടായിട്ടും ഇയാളുടെ ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിട്ടാണ് ഈ ഉത്സവം നടത്തിയിട്ടുള്ളത്. എന്നിട്ടാണ് നിങ്ങൾ ഇമാതിരി വർത്താനം പറയുന്നത്? ആരെ പറഞ്ഞു എന്റെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ടാണ് ഞാൻ ഈ കടങ്ങളൊക്കെ വീട്ടിന്ന്? ഈ അമ്പലത്തിലെ സ്വർണോ പണ്ടോ എല്ലാം എടുത്ത് വിറ്റിട്ടാണ് ഞാൻ ഈ കടങ്ങൾ മൊത്തം തീർത്തിക്കുന്നത്. ഞാൻ രാജിവെച്ചിരിക്കുന്നു.